സമസ്തയും ലീഗും തമ്മിലൊരു ഇഷ്യൂ ഇല്ല. ഉദ്ഘാടനത്തിന് അയാളെ ക്ഷണിക്കപ്പെട്ടതായിരുന്നു. ആരെ? ഖാദർ മൊയ്തീൻ സാഹിബിനെ. പിന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ ഇന്ന് ഉദ്ഘാടനത്തിന് ക്ഷണിച്ചിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഉദ്ഘാടനത്തിൽ എത്തിപ്പെടാൻ ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ അനുജൻ അബ്ബാസ് അലി ശിഹാബ് തങ്ങളെ ക്ഷണിച്ചിരുന്നു. ഞാൻ നേരിട്ടാണ് ക്ഷണിച്ചത്. അങ്ങനെ ക്ഷണിച്ചയാൾ പങ്കെടുക്കാമെന്ന് എന്നോട് സമ്മതിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഓഫീസുമായിട്ട് ബന്ധപ്പെടാൻ പറഞ്ഞു. ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള ടിക്കറ്റുകളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ മൂപ്പർക്കും എന്തോ സാങ്കേതിക പ്രശ്നം ഉണ്ടായി. ഖാദർ മൊയ്തീൻ സാഹിബ് അതിന് അയാൾക്ക് സുഖമില്ല എന്ന് പറഞ്ഞു. എന്നാലും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അയാൾക്ക് നമ്മൾ ടിക്കറ്റ്, ഇങ്ങോട്ടുള്ള ടിക്കറ്റും അങ്ങോട്ടുള്ള ടിക്കറ്റും താമസിക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്തിന്. പിന്നെ മൂപ്പര് വിളിച്ചു പറഞ്ഞ് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അതങ്ങനെ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവാലോ. അത് ലീഗും സമസ്തയും തമ്മിലുള്ളതായ എന്തെങ്കിലും പിന്നെ പണക്കത്തിന്റെ ഒരു ഭാഗമല്ലത്. അങ്ങനത്തെ ഒരു പണക്കോട്ടില്ല. മുമ്പനുള്ളതിന്റെ ചെയർമാന്, ഇതിന്റെ മുഖ്യ രക്ഷാധികാരി അല്ല, അതിനൊന്നും പ്രശ്നം ചെയ്യാന്നല്ലേ അവരും പറഞ്ഞത്. അവർക്ക് കൊള്ളണമെന്ന് അവർക്കും ആഗ്രഹം ചെല്ലും. സമസ്തയുടെ വാർഷിക 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ഫണ്ട് സമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ലീഗ് നിലയിൽ അതിനോട് സഹകരിക്കാതിരിക്കുന്ന നിലയിലേക്കുള്ള നിലപാടുകൾ എടുത്തു. ഞങ്ങൾക്കറിയില്ല അങ്ങനെ ഉണ്ടോന്നുള്ളത്. പല ലീഗുകളും നമ്മളെ സഹായിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഈ യാത്രയുടെ ഭാഗമായിട്ടും എങ്ങനെയാണ്? യാത്രയുടെ ഭാഗമായി പാണക്കാട് കുടുംബം എന്ന നിലയിലേക്ക് എങ്ങനെയാണ് അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നത്? അവര് സഹകരിക്കുന്നുണ്ട്. അപ്പൊ പാണക്കാട് കുടുംബം മൂപ്പര് പാണക്കാട് കുടുംബത്തിൽപ്പെട്ടതാണ്. പിന്നെ ഹൈദരലി തങ്ങളെ മകണ്ട് മൊയ്നീൻ ശിഹാബ് തങ്ങൾ ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും സഹകരിക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും എല്ലാവർക്കും സഹകരിക്കാൻ പറ്റൂലല്ലോ. ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. മുമ്പ് ഏറ്റ ചില പരിപാടികളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്കെല്ലാം ഉള്ള ഒരു സംശയം, തങ്ങളുമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം ലീഗിൽ ഒരു വിഭാഗത്തിന് ശക്തമായിട്ടുണ്ടല്ലോ. എനിക്കറിയില്ല അങ്ങനെ ഉണ്ടെന്നുള്ളത്. പലപ്പോഴും പ്രസ്താവനകൾ, പരസ്യ പ്രസ്താവനകളൊക്കെ അത്തരത്തിൽ വന്നിട്ടുണ്ട്. എന്റെ പ്രസ്താവന അല്ല, അപ്പുറത്തുള്ള പ്രസ്താവന അത് ഞാൻ പ്രതികരിച്ചിട്ടില്ലല്ലോ. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, അതുകൊണ്ടായിരിക്കുമോ ഈ ഇത്തരത്തിലൊരു അകൽച്ച വരുന്നത്? ഇത്തരത്തിലൊരു പ്രധാന പരിപാടി നടക്കുമ്പോൾ വരാതെ സഹകരിക്കാതിരിക്കുന്നതും ഒക്കെ. അല്ല, അകൽച്ചില്ലല്ലോ. നമ്മളോട് ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അവര് വന്നിട്ടില്ലാന്നല്ല. അവർക്ക് ഇപ്പൊ ക്ഷണിച്ച എല്ലാവർക്കും ഇപ്പൊ നിങ്ങളൊരു കല്യാണത്തിന് ക്ഷണിച്ച ഞങ്ങൾക്ക് ചിലപ്പോൾ വരാൻ പറ്റൂലല്ലോ. അതുകൊണ്ട് നിങ്ങളെ സുഹൃത്ത് പറയണം അവനേറ്റ് പടക്കാന്ന് ആരെയും പറയും. പണക്കം കൊണ്ട് പോകാതിരിക്കാം. അത് വേറെ ഒന്ന്. വേറെ നിങ്ങൾക്കൊരു അസുഖം ഉണ്ടായി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ഇതിനേക്കാൾ പ്രധാനമായി ചെയ്യേണ്ട വല്ല കാര്യങ്ങളുണ്ടാവും. അപ്പൊ നിങ്ങൾ വരാതെ പോരും. അത് പണക്കല്ല. അത്